ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം ആയുഷ്കാമിയം. നമസ്കാരം. ആയുഷ്കാമിയത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസം മലയാളിയുടെ മനസ്സിൽ ആധ്യാത്മികതയും ഭക്തിയും നിറയ്ക്കുന്ന രാമായണ മാസം കൂടിയാണല്ലോ. ആയുഷപാലനം വേദം ഉപവേദം അഥർവണ എന്നാണല്ലോ പ്രമാണം. 4-ാം വേദമായ അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ആയുസ്സിൻ്റെ സംരക്ഷണത്തിനായി നിർമ്മിച്ച ആയുർവേദം. ബ്രഹ്മാസ്മൃത്വ ആയുഷോ വേദം. ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പായി ഓർത്തെടുത്ത പ്രകൃതി നിയമങ്ങളുടെ രേഖപ്പെടുത്തലുകളാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതായ ബ്രഹ്മസംഹിത. അങ്ങനെ ആധ്യാത്മികതയുടെ വളക്കൂറുള്ള ഭാരതത്തിൻ്റെ മണ്ണിൽ വളർന്നു പന്തലിച്ച ഒരു മഹാവൃക്ഷമാണ് ആയുർവേദം. കർക്കിടകത്തിൽ വ്രതം പൂണ്ട മലയാളി മനസ്സുകളെ ചിങ്ങം 2-ന് പിറക്കുന്ന വിനായക ചതുർത്ഥിയിലൂടെ വിഘ്നങ്ങൾ ഒഴിയിച്ച് അടുത്ത കൊല്ലവർഷത്തിലേക്ക് നയിക്കാൻ തയ്യാറെടുക്കുന്ന മള്ളിയൂർ ശ്രീ മഹാഗണപതിയുടെ സന്നിധിയിൽ നിന്നും ആധ്യാത്മികതയിലെ ആയുർവേദം അന്വേഷിക്കുകയാണ് ആയുഷ്കാമിയം. വേദങ്ങൾ പ്രഭുസംഹിതങ്ങളാണ്. അവ നമ്മോട് ആജ്ഞാപിക്കുന്നുവെന്നും പുരാണങ്ങൾ സുഹൃത്ത് സംഹിതങ്ങളാണ്. അവ നമ്മെ ഉപദേശിക്കുന്നുവെന്നും കാവ്യങ്ങൾ കാന്താസംഹിതങ്ങളാണ്. അവ ഒരു ഭാര്യയെപ്പോലെ നമ്മെ നിർബന്ധിക്കുന്നുവെന്നും പ്രബുദ്ധ കേരളത്തെ പഠിപ്പിച്ച ഭാഗവതഹംസം. വാത്മീകി രാമായണത്തിലെ രാമൻ സൽക്കർമ്മങ്ങളിലൂടെ ഈശ്വരത്വം നേടിയ മനുഷ്യനാണെന്നും വംശമല്ല കർമ്മമാണ് പ്രധാനമെന്ന് തെളിയിച്ചവളാണ് പഞ്ചകന്യകളിൽ ഒരാളായ മണ്ഡോദരിയെന്നും അദ്ദേഹം പ്രബുദ്ധ കേരളത്തെ ഓർമ്മപ്പെടുത്തി. ഭക്തിയിലൂടെയും ഭാഗവത സപ്താഹങ്ങളിലൂടെയും ഭഗവാനോളം വളർന്ന ആ പുണ്യാത്മാവ് മറ്റാരുമല്ല, യശശരീരനായ ഭാഗവതഹംസം ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി. ഉത്സംഗത്തിലിരുത്തി കണ്ണനെ കൃപാഭാവേന തന്മോദകം തദ്വക്ത്രേ തിരുകിയിട്ടൊരഗ്രജധിയാ സസ്മേരമേക്ഷിപ്പവൻ ബ്രഹ്മേന്ദ്രൻ തിരുമള്ളിയൂരിനു പുരപ്രത്യക്ഷനാം കുംഭിവക്ത്രേശൻ വിഘ്നമൊഴിച്ചു നമ്മെ സദാ പാലിക്കണം. പുത്രന്മാരായ പരമേശ്വരൻ നമ്പൂതിരിയെയും ദിവാകരൻ നമ്പൂതിരിയെയും ഈ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടൊഴുകിയെത്തുന്ന ഭക്തസഹസ്രങ്ങളുടെ ദുഃഖമകറ്റാൻ പ്രാപ്തമാക്കിയിട്ടാണ് ഭാഗവതഹംസം മള്ളിയൂർ തിരുമനസ് 2011 ഓഗസ്റ്റ് 2-ന് ഇഹലോകവാസം വെടിഞ്ഞത്. നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കർക്കിടക മാസം ആയാൽ രാമായണ മാസമാണ്, ഭക്തിയുടെ കാലമാണ്, സുഖചികിത്സയുടെ കാലമാണ്. എന്താണ് ശരിക്കും രാമായണവും കർക്കിടകവും തമ്മിലുള്ള ബന്ധം? കർക്കിടകം ആഷാഢമാസത്തിലാണ് കർക്കിടകം. മറ്റ് നവരാത്രിയേക്കാളും പ്രാധാന്യം കുറഞ്ഞുള്ളൊരു കാലമാണ് നവരാത്രി ഈ കർക്കിടക മാസത്തിൽ. എന്നാലും ഈശ്വരചിന്തയ്ക്കുള്ളൊരു പറ്റിയ സമയമാണ് കർക്കിടക മാസത്തിൽ. കാലാവസ്ഥയിലെ മാറ്റമാണ് ഇതിനെല്ലാം കാരണം. ഇവിടെ കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടല്ലോ. കേരളത്തിൽ ഈ കാലാവസ്ഥ വ്യതിയാനം തണുപ്പും മഴയും കൂടിയുള്ള സമയമാണ്. ആ സമയത്ത് വേറെ ഒന്നിനും സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് ഈശ്വരചിന്തയോടുകൂടി ഭഗവാനെ ഭജിക്കുക എന്ന് പറയുന്നത്. ബ്രാഹ്മണർ ഭഗവത് സേവയായിട്ട് ഭഗവാനെ പൂജിക്കുന്നു, ദേവിയെ പൂജിക്കുന്നു. മറ്റുള്ളവർ ആ സമയത്ത് പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. പ്രധാനമായിട്ട് രാമായണമാണ് ഈ മാസം വായിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉപാസനാക്രമം ഉണ്ടായിരുന്നു? അങ്ങയുടെ ഓർമ്മ? ഭഗവത് സേവയാണ്. 12 ദിവസം ഭഗവത് സേവ നിർബന്ധമായിട്ടും ഉണ്ടായിരുന്നു. ഗണപതി ഹോമം ഭഗവത് സേവ. അന്ന് നിത്യേന ഗണപതി ഹോമം
ഇവിടെ ബുദ്ധിമുട്ടായിരുന്നല്ലോ അന്നത്തെ കാലത്ത് ദാരിദ്ര്യമായിരുന്നത് കൊണ്ട്. അപ്പോൾ 12 ദിവസം ഗണപതി ഹോമം ഭഗവത്സേവ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഇല്ലത്ത് വെച്ചാണ് ഇല്ലത്ത് വെച്ച് പതിവുണ്ടായിരുന്നു. ആയുഷ്കാമിയം ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. ഒരു 15 കൊല്ലമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നടുവേദനയിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഇതിനു മുമ്പ് കേരളത്തിൽ തന്നെ പല ആശുപത്രികളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയ്ക്കായി ഞാൻ പോയിട്ടുണ്ട്. കേരളത്തിലൊരു പ്രമുഖ ആശുപത്രി അവരുടെ MRI സ്കാൻ എടുക്കുകയും അവർ എന്നോട് ഓർത്തോ വിഭാഗം ഒരു മേജർ ഓപ്പറേഷൻ വേണം എന്ന് പറയുകയും ചെയ്തു. താങ്കളുടെ ചികിത്സ കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പോൾ താങ്കളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ ചികിത്സ കഴിഞ്ഞിട്ട് ഏതാണ്ടും ഒരു കൊല്ലത്തിനോട് അടുത്താകാൻ പോകുന്നു. നല്ലൊരു ആരോഗ്യസ്ഥിതിയാണ്. നടുവിന് വലിയ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രീകൃഷ്ണയിൽ വരുമ്പോൾ താങ്കൾക്ക് എന്തൊക്കെ രോഗമാണ് ഉണ്ടായിരുന്നത്? സാധാരണഗതിയിൽ എനിക്ക് ഒത്തിരി നേരം ഇരിക്കാനോ വണ്ടി ഓടിക്കാനോ സാധിക്കില്ലായിരുന്നു. ഈ ശ്രീകൃഷ്ണയിൽ വന്ന് ചികിത്സയ്ക്ക് ശേഷം ഇതെല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, an exceptional ആയുർവേദ സെന്റർ. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, ഗുരുകുലം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം ശ്രീകൃഷ്ണ അവതാരത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധം ദുരവസ്ഥയിലായിരുന്ന മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെയും രോഗാതുരയായിരുന്ന ആര്യ അന്തർജനത്തിന്റെയും ആദ്യ പ്രസവത്തിലുണ്ടായ പെൺകുഞ്ഞിന്റെ മരണാനന്തരം രണ്ടാം സന്താനമായി 1921 ഫെബ്രുവരി 2-ാം തീയതി മകരമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ സാക്ഷാൽ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഭൂജാതനായി. അമ്മയുടെ രോഗാവസ്ഥയിൽ ജനിച്ച കുട്ടിയായതിനാൽ കുഞ്ഞുണ്ണി പിറന്നു വീണതേ രോഗിയായിട്ടായിരുന്നു. പൂർണ്ണ വളർച്ചയെത്താതെയും ശ്വാസകോശ സംബന്ധമായ രോഗത്തോടു കൂടിയുമായിരുന്നു ജനനം. സമീപവാസിയായിരുന്ന ബാലവൈദ്യൻ തെക്കേടത്ത് പൈലിയുടെ കൈപുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആയുസ് നീട്ടിക്കിട്ടിയത്. സമാവർത്തനത്തിനു ശേഷം അക്കാലത്ത് ഏറ്റുമാനൂർ ആയുർവേദ പാഠശാലയിലെ പ്രധാന അധ്യാപകനും സംസ്കൃത പണ്ഡിതനുമായിരുന്ന കുഴിയടി രാമൻ നമ്പൂതിരിയിൽ നിന്നും സംസ്കൃതം അഭ്യസിച്ചു. വീണ്ടും ദീനം പിടിപെട്ടപ്പോൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ പോയി. അവിടെ വച്ചാണ് മഹാപണ്ഡിതനും തപസ്വിയുമായിരുന്ന പടപ്പ നീലകണ്ഠൻ നമ്പൂതിരിയെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിൽ നിന്നും ഭാഗവത ഉപദേശം സ്വീകരിക്കുന്നതും. ആ തീനാളം സ്വന്തം ഉപാസനയിലൂടെയും ഒരു പുരുഷായുസ് നീണ്ട ഭാഗവത സബര്യയിലൂടെയും ഒരു യാഗാഗ്നിയാക്കി ഉയർത്തി ലോകത്തിന് സമർപ്പിച്ചു. ഈ തപസ്വിയുടെ ജീവിതചര്യകളിൽ നിന്നും ഉപാസനാ സമ്പ്രദായങ്ങളിൽ നിന്നും സാമാന്യ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നവ ഉപദേശിച്ചനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയുമായിട്ടാണ് ആയുഷ്കാമിയം മള്ളിയൂർ സന്നിധിയിലെത്തിയത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ബ്രഹ്മാവിന് എന്ന ഉപദേശമാണ് ചൗശ്ലോകി ഭാഗവതം. ഈ ശ്ലോകം ചൊല്ലിയാൽ ഭാഗവതം മുഴുവൻ ചൊല്ലുന്നതിന് ഫലമാണ് ഉണ്ടാകുന്നത്. ആ ശ്ലോകമാണ് ഇവിടെ ചൊല്ലുന്നത്. ശ്രീഭഗവാനുവാച ശ്രീഭഗവാനുവാച അഹമേവാസമേവാഗ്രേ അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സദസൽപരം നാന്യദ്യൽ സദസൽപരം പശ്ചാത്തകമിതേതച്ച പശ്ചാത്തകമതേതച്ച യോ വശിഷ്യേതസ്മ്യഹം യോ വശിഷ്യേതസോസ്മ്യഹം ഹൃദയർത്ഥം യത്പ്രദീയേത ഹൃദയർത്ഥം യത് പ്രദീയേത ന പ്രദീയേതാത്മനി ന പ്രദീയേതാത്മനി തദ്വിദ്യാത്മനോ മായാം തദ്വിദ്യാത്മനോ മായാ യഥാഭാസോ യഥാതമ യഥാഭാസോ യഥാതമ യഥാ മഹന്തി ഭൂതാനി യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവജശ്വനോ ഭൂതേഷു ചാവജേഷ്വനു പ്രവിഷ്ടന്യപ്രവിഷ്ടാനി പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം തഥാ തേഷ്വനതേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനൽപന തത്വജിജ്ഞാസുനാത്മന അന്യവ്യതിരേകാഭ്യാം അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ യസ്യാൽ സർവത്ര സർവദാ.
സർവത്രാം ഗോവിന്ദനാമസങ്കീർത്തനം. ആയുഷ്കാമിയം. ശ്രീമദ് ഭാഗവതം വേദവ്യാസൻ നിർമ്മിക്കാനുണ്ടായ കാരണം അദ്ദേഹം വേദം നിർമ്മിച്ചു, പുരാണങ്ങൾ എഴുതി, ഇതിഹാസങ്ങൾ നിർമ്മിച്ചു. എന്നിട്ടൊന്നും ഒരു മനഃശാന്തി കൈവന്നില്ല. ആ സമയത്ത് ശ്രീനാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീമദ് ഭാഗവതം നിർമ്മിക്കുവാൻ കാരണമായി തീർന്നു. ഭഗവത് വിസ്താരം കുറവുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനഃശാന്തി കിട്ടാതെ വന്നത് മറ്റ് പുരാണങ്ങൾ നിർമ്മിച്ചപ്പോൾ. അപ്പം മനഃശാന്തി കിട്ടണമെങ്കിൽ ഭാഗവതം മാത്രമേ പോംവഴിയുള്ളൂ. ഭാഗവതത്തിൽ ഭക്തിമാർഗം തന്നെയാണ് ഓരോ അധ്യായത്തിലും വർണ്ണിക്കുന്നത്. അപ്പം ഭാഗവതത്തെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് ഈശ്വരനെ ആശ്രയിക്കുന്ന തുല്യമാണ്. ആണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി ശ്രീകൃതോസ്മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവധാത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. എന്ന ശ്ലോകം ഭാഗവതത്തിൻ്റെ മംഗള ശ്ലോകത്തിൽപ്പെട്ടതാണ് ഈ ശ്ലോകം. ഭാഗവതത്തെ ആശ്രയിക്കുക, നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കും. ആയുഷ്കാമിയം. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. ഞാനിങ്ങനെ ബസ് യാത്ര ചെയ്ത് ഇറങ്ങി വരുമ്പോൾ റോഡിൻ്റെ നടുക്ക് വെച്ച് എൻ്റെ ഈ കാലിൻ്റെ മുട്ടിനകത്ത് കെയെന്നൊരു ഒച്ച കിട്ടും. പിന്നെ കാല് നിലത്ത് കുത്താൻ സാധിച്ചില്ല. കൈകുത്തി റോഡിലേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ പിന്നെ ആൾക്കാർ ഓടി വന്നെടുത്ത് കാലിങ്ങനെ വെച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അവർ എക്സ്റേ എടുത്ത് നോക്കി സ്കാനൊക്കെ ചെയ്തപ്പം മുട്ടിൻ്റെ അകത്തെ ദരിപ്പാണെന്നാണ് ഡോക്ടർമാരെ പറഞ്ഞത്. അതിന് മരുന്നൊക്കെ തന്ന് ബെൽറ്റുമൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ 10-15 ദിവസം കിടന്നു. ഒരു 3 മാസം കഴിഞ്ഞിട്ടും കാല് അങ്ങോട്ട് അകന്നു പോയി 2 വശത്തേക്കും. അപ്പോൾ എളിക്ക് വേദന തുടങ്ങിയപ്പം പുറത്തേക്ക് വന്ന വേദന. അത് പിന്നെ ചെവിയുടെ സൈഡ് കണ്ട വേദനയായി. ഡോക്ടർ പരിശോധന നടത്തി എൻ്റെ ചെറുപ്പം മുതലുള്ള രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ചോദ്യം ചെയ്തു. അദ്ദേഹം പരിശോധിച്ച് എന്നോട് പറഞ്ഞ് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. കഴുത്തിൻ്റെ കീഴോട്ട് പതിവായി തിരുമ്. അപ്പം മുട്ട് നിവരിയതായിരുന്നു. 2 മുട്ടും കട്ടിലിൽ കിടത്തി ബെൽറ്റ് ഇട്ട് കാല് നേരെ വലിച്ച് ഇടുന്ന ഭാഗം ചെയ്തുകൊണ്ടിരുന്നു. ആ ഓരോ മുട്ടിൻ്റെയും മുകളിൽ തൈലം നിർത്താൻ വേണ്ടി മാവ് പൊടി കൊണ്ട് വട പോലെ ഉണ്ടാക്കി 2 വീതം പിടിപ്പിച്ച് തൈലം കാലിൻ്റെ മുകളിൽ ഒഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് 15 ദിവസം 2 കാലും അരമണിക്കൂർ ഇടകെട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കാലിനൊക്കെ ഒരുമാതിരി നല്ല ആശ്വാസമായി. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം. An exceptional Ayurveda center. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം. സ്വസ്ഥവൃത്തം. കേരളത്തിൽ പൊതുവേ എല്ലാ ചടങ്ങുകളും തുടങ്ങുന്നത് ഗണപതി ഹോമം കൊണ്ടോ അല്ലെങ്കിൽ ഗണപതിയെ സങ്കല്പിച്ചിട്ടാണ്. ഈ ഗണപതിയും ആരംഭവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗണപതി ഗണനാഥനാണ്, ഗണങ്ങളുടെ നാഥനാണല്ലോ. അപ്പം വിഘ്നേശ്വരൻ എന്നും പറയും. എല്ലാ വിഘ്നങ്ങളും നിൽക്കുന്നത് ഗണപതിയാണ്. മഹാവിഷ്ണു പോലും ഗണപതി ഉപാസിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഗണപതി ഉണ്ടാകുന്നതിന് മുൻപ് ഗണപതി ഉപാസിച്ചിരുന്നു. അപ്പോൾ ഈ മഹാദേവൻ്റെ പുത്രനായിട്ട് അതിന് മുമ്പ് തന്നെ ഗണപതിക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. പുരാണങ്ങളുണ്ട്. ഗണപതി പിന്നെയാണല്ലോ അവതാരമൂർത്തിയായിട്ട്. അതിനു മുമ്പ് തന്നെ ഗണപതിക്ക് പ്രാധാന്യമുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ കൽപ്പോഷൻ തെങ്ങാണ്. അപ്പോൾ കേരളത്തിൽ അന്നത്തെ ആചാര്യന്മാർ നാളികേരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അത് അഗ്നിയിൽ ഹോമിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളൊരു സങ്കല്പമായിരിക്കാം ഇങ്ങനൊരു
ഗണചോദത്തിന് ഇത്ര സ്ഥാനം വന്നത് കേരളത്തിൽ. സ്വതവേ ഈ എന്തൊക്കെ ദ്രവ്യങ്ങളാണ് സാമാന്യമായിട്ട് അവൽ, മലര്, ശർക്കര, തേന്, നെയ്യ്, കദളിപ്പഴം, എള്ള്, നെയ്യ് ഒക്കെ അഷ്ടദ്രവ്യങ്ങളാണ്. എന്തായാലും അതിന് ഭയങ്കര ഒരു മാസ്മീയ ശക്തി ഉണ്ട് ആ ഗണചോദത്തിന്. ആയുർവേദമായിട്ടും ബന്ധം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ആ കരിപ്രസാദത്തിന് ഒരു പിന്നെ ഹോമിക്കുന്നതിൽ കറുകയാണെങ്കിലും മുക്കുറ്റിയാണെങ്കിലും എല്ലാം ഇതിൽ ഔഷധങ്ങളായിട്ടാണ്. ചെത്തിപ്പൂവ്, കാട്ടുകത്തിപ്പൂവാണ് ഉപയോഗിക്കുക. സാധാരണ എത്തിയല്ല. സാധാരണ ഈ കാട്ടുകത്തിപ്പൂ അതിനെ കാട്ടുകത്തിപ്പൂ നാര് കളഞ്ഞ് വേണം ഹോമിക്കാനെന്നാണ്. നെയ്യിൽ മുക്കിയാണ് ഹോമിക്കുക. അത് തീർച്ചയായിട്ടും അതിൻ്റെ പുകയോ അല്ലെങ്കിൽ അതിൻ്റെ അന്തരീക്ഷം മുഴുവൻ ശുദ്ധമാക്കും, ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ അതിൻ്റെ ഒരു ശക്തിയെ പറ്റി പറഞ്ഞു, ആ ഒരു അനുഭവം ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ മള്ളിയൂർ നടക്കുന്ന മള്ളിയൂർ വിനായക ചതുർത്ഥിയുടെ ദിവസം നടക്കുന്ന ഒരു 10,000 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമം അത് ചെയ്യുന്നത് അങ്ങാണ്. അതിൻ്റെ ഒരു അനുഭൂതിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നത്? ഭയങ്കര ഒരു മാസ്മ, അതിനൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. തന്നെ നമുക്കൊരു ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കർമ്മമാണല്ലോ ഗണപതി ഹോമം. 10,000 ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചടങ്ങല്ല. ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ എടുക്കും. ആയുഷ്കാമിയം. അച്ഛൻ തിരുമേനിയുടെ ആഹാരത്തിൻ്റെ ചിട്ടകളൊക്കെ ആരായിരുന്നു നോക്കിയിരുന്നത്? അമ്മ തന്നെയായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് കഴിഞ്ഞ് എണ്ണ തേച്ച് കുളിച്ച് നേരെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയി ഒത്തിരി നേരം തേവാരങ്ങളൊക്കെ ഉണ്ട്. തേവാരെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ 2:30, 3, 3:15 ആവും. അപ്പോഴേക്കും അമ്മ ഇലയിൽ തന്നെ ഉപയോഗിക്കാറും. ഇല ഇട്ട് ചോറ് ഉമ്പി അന്ന് ചുരുക്കാൻ തന്നെ ചോറ് ഉണ്ടാവും. ചുക്കുളം അങ്ങനെ എല്ലാ വിഭവങ്ങളും ചെറിയ തൂക്കത്തിലുള്ള വിഭവങ്ങളുണ്ടാക്കി അമ്മ തന്നെ വിളമ്പി കൊടുക്കാറും. അച്ഛൻ തിരുമേനിയുടെ സന്ധ്യാവന്ദനത്തിന് ശേഷമുള്ള രീതികളെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അച്ഛൻ നേരെ കുളിച്ച് അമ്പലത്തിൽ ചെന്ന് സന്ധ്യാവന്തരം കഴിഞ്ഞ് 6:45 അസ്തമനത്തിൻ്റെ ഇതിനനുസരിച്ച് സന്ധ്യാവന്തനം ഭയങ്കര ചിട്ടയായിരുന്നു. അത് കഴിഞ്ഞ് ജപവും കാര്യങ്ങളും അത്യാവശ്യം ജപങ്ങളൊക്കെ ഉണ്ട്. ഗീത ദേവി മഹാത്മ്യം വായിക്കേണ്ട ദിവസമാണെങ്കിൽ അത് വായിച്ച് തിരിച്ച് ഇല്ലത്ത് വന്ന് അപ്പം തന്നെ ഊണ് കഴിക്കും. ഊണ് കഴിച്ച് അച്ഛന് പത്രപാരായണം വലിയ പ്രധാനമായിരുന്നു. അത് വായിച്ച് പിന്നീട് ശേഷമാണ് അച്ഛൻ കിടക്കാറുള്ളത്. അത്താഴം കഴിഞ്ഞ് നടക്കുക അങ്ങനെയുള്ള ചര്യകൾ എന്തെങ്കിലും നിർബന്ധമാണ്. അച്ഛൻ അതൊരു മന്ത്രം ചെല്ലാറുണ്ട്. എന്ത് മന്ത്രമാണെന്നറിയാം? ശ്രീരാമമന്ത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിർബന്ധമായിട്ടും അത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം അച്ഛൻ ഒരിടത്ത് ഇരിക്കാറുള്ളൂ. വിശേഷ ദിവസങ്ങളിൽ അച്ഛൻ തിരുമേനിയുടെ രീതികൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടോ? ഉണ്ട്. അച്ഛൻ ഏകാദശി വലിയ പ്രധാനമായിരുന്നു. അത് കഴിക്കണതിൻ്റെ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു ചെയ്തിരുന്നത്. ഏകാദശി ദിവസം ഉച്ചയ്ക്ക് അരിയാഹാരം പതിവില്ല. ഗോതമ്പ് കഞ്ഞിയായിട്ടാണ് അച്ഛൻ പതിവുണ്ടായിരുന്നത്. അത് വാഴൻ്റെ പോളയുണ്ടാക്കി അത് തട കൂട്ടി വാഴൻ്റെ ഇല അങ്ങനെ ഈർക്കല കൊണ്ട് കെട്ടിവെച്ച് അങ്ങനെ രീതിയായിരുന്നു. ചുരുക്കന് നിലത്തിരുന്നായിരിക്കും ഭക്ഷണങ്ങൾ. പാലകെട്ടിട്ട് നിർബന്ധമായിരുന്നു അച്ഛന്. പാലകെട്ടിട്ട് ഇവിടെയാണ് ഇരിക്കാറ്. അത് ഇലയിലാണ് അങ്ങനെ തട കൂട്ടി ഉണ്ടാക്കി കഞ്ഞി കുടിക്കൽ പ്രധാനമാണ്. അത് പ്ലായതുകൊണ്ടാണ് അച്ഛൻ കഞ്ഞി കുടിച്ചിരുന്നത്. അത് വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം കഴിച്ചത് ദഹിക്കാണ്ട് അടുത്തത് അച്ഛൻ കഴിക്കുക പതിവില്ല. അത് ശോധന കഴിഞ്ഞ് നല്ലവണ്ണം ദഹനം കഴിഞ്ഞ ശേഷം അടുത്ത ഭക്ഷണം കഴിക്കും പ്രധാനമാണ് അച്ഛനത്. അല്ലാണ്ട് അത് കഴിയണതിൻ്റെ മുമ്പ് വേണമെന്ന് പറഞ്ഞാലും ആയില്ല, ദഹിച്ചിട്ടില്ല, രാവിലത്തെ സമയം നോക്കിയല്ല നോക്കിയിട്ടല്ല. ഇപ്പോൾ അങ്ങനെയാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ അത് ദഹനം കഴിഞ്ഞ് അടുത്ത ആഹാരം കഴിക്കുള്ളൂ. അതൊരു അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നത്. അച്ഛന് രാമയങ്കരി പ്രധാനമായിരുന്നു. ചേന കൊണ്ടുള്ള ഒരു കറിയാണത്. ചേന നന്നായിട്ട് അരച്ച് അതിൽ നാളികേരം കൂട്ടി മോരോ അല്ലെങ്കിൽ പുളിങ്ങയോ കൂട്ടി പച്ചമുളക്, ഇഞ്ചി പ്രധാനമാണ്. ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് അത് വെളിച്ചെണ്ണ കരിവേപ്പിൻ്റെ ഇട്ട് ഇളക്കി കഴിക്കും. വലിയ ഇഷ്ടമുള്ളൊരു വിഭവമായിരുന്നു. കർക്കിടക മാസത്തിൽ മള്ളിയൂർ ഇല്ലത്തെ രീതികളൊക്കെ ഒന്ന് പറയാം. രാവിലെ ശ്രീഭഗവതിക്ക് വിളക്ക് കൊളുത്തി അഷ്ടമംഗല്യം വെച്ച്
വെക്കണം. ഉദയത്തോടു കൂടിയിട്ടാണോ? ഏത് സമയത്ത്? കുളിക്കുന്നതിന് മുമ്പ് വെക്കാം. കുളിക്കണം എന്നില്ല, അത്രയും നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ. പിന്നെ രാമായണം പാരായണം. അഷ്ടമംഗല്യം വെക്കുക എന്ന് പറഞ്ഞത് എന്താണ്? അഷ്ടമംഗല്യത്തിൽ അലക്കിയ മുണ്ട്, കുങ്കുമം, അക്ഷതം, ചന്ദനം, കൺമഷി, ഗ്രന്ഥം, ദശപുഷ്പം, വിളക്ക്. കർക്കിടക മാസത്തിൽ മാത്രമായിട്ടുള്ള ഒരു അതോ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഇങ്ങനെ പ്രത്യേകമായി? കർക്കിടക മാസത്തിൽ മാത്രമേ. അതിന്റെ സങ്കല്പം എന്താ? അങ്ങനെ ശ്രീ ഭഗവതിക്ക് വേണ്ടി ഐശ്വര്യത്തിന്. മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഒരു മഹാ ഔഷധമാണ്. ഇത് ആത്മരക്ഷയ്ക്കായി തലയിൽ ചൂടുന്നത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് ആയുസ്സിനും ആരോഗ്യത്തിനും രക്ഷ ചെയ്യേണ്ട ഈ കർക്കിടക മാസത്തിൽ. പൂവാങ്കുറുന്തല മുയൽച്ചവി വിഷ്ണുദൂർവ കയ്യുണ്ണിയൊഴിഞ്ഞ തിരുതാളി നിലപ്പനാച മുക്കുറ്റിയും ചെറുവുളാച ദശപുഷ്പനാമം എല്ലാം അറിഞ്ഞതിന് വന്ദന ചെയ്യുക നിത്യം എന്ന് വിഷവൈദ്യജ്യോത്സ്നിക പ്രസ്താവിക്കുന്നു. ഈ ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മുക്കുറ്റി. മുക്കുറ്റി അണലി വിഷത്തിനും ഉണങ്ങാത്ത വ്രണങ്ങൾക്കും കൈകൊണ്ട ഔഷധമാണ്. അതുപോലെ തന്നെ അതിസാരത്തിനും ഗർഭാശയ ശുദ്ധി വരുത്തുന്നതിനുമായി ഈ ഔഷധം ധാരാളം ഉപയോഗിച്ച് കാണാറുണ്ട്. തിരുമേനി, അച്ഛൻ ഉപാസനയിലൂടെ മനുഷ്യന് ഈശ്വരത്വം നേടാം എന്ന് പറയുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഉപാസനകളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് രാവിലെയുള്ള ആ ഒരു ദിനചര്യ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാം. രാവിലെ എൻ്റെ ഓർമ്മ ഉള്ളപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുക. കുളി കഴിഞ്ഞാൽ കുളിച്ചു വരുമ്പോഴത്തേനും 6-5:30 ആവും. അത് കഴിഞ്ഞ് കരയ്ക്ക് കയറി കഴിഞ്ഞാൽ സഹസ്രാവർത്തി ജപം, ഗായത്രി, ആ സന്ധ്യാവന്തനം. അതാണ് ഈ വിളിക്കുന്നത്. അച്ഛൻ്റെ ദിനചര്യ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കഴിയുമ്പോഴത്തേനും 4 മണിക്ക് എഴുന്നേറ്റാലും 5:30-6:30 എഴുന്നേറ്റ് മുകളിൽ കയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് വരും. അമ്പലത്തിൽ വന്നാൽ സഹസ്രാവർത്തി അഭിഷേകമാണ്. അഭിഷേകവും മത്സരവും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ജപമാണ് ഒരു 3 മണിക്കൂർ. പിന്നെ തിരിച്ച് നിന്ന് നിവേദ്യം കഴിക്കുക. നിവേദ്യം കഴിഞ്ഞാൽ ഉടനെ നമസ്കാരമാണ്. അപ്പോൾ ഒരു 11:30 ആവും. 12 മണി നട്ടുവെച്ച 12 മണിയാവും നമസ്കാരം ആരംഭിക്കും. 1008 നമസ്കാരം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഴുവൻ നോക്കുവാറും വലിയ ഓർമ്മയൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് ഈ മോളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കും. സഹസ്രാവർത്തി നമസ്കാരം 1008 നമസ്കാരം. ഇപ്പം ഈ അടുത്തിടയ്ക്കാൻ നടന്നത് 1016 ആയിരുന്നു എന്നുള്ളത്. വിവിധ മന്ത്രങ്ങളാണോ അതോ ഗായത്രി തന്നെ 108 അങ്ങനെ കണക്കുണ്ട്. ഇപ്പം ഗണപതിക്ക് 108 വിഷ്ണു ഓരോ ദേവന്മാർ അച്ഛൻ്റെ ഉപാസനയുള്ള ദേവന്മാർക്കൊക്കെ 108 വരും. അങ്ങനെ 1008 ആവും. ഗായത്രിയാണ് ഏറ്റവും കൂടുതൽ ജപിക്കുക. അതെ, ഉദരരോഗം വന്നപ്പോൾ അപ്പോൾ ആരോ ഇങ്ങനെ നമസ്കാരം ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി അച്ഛൻ്റെ അസുഖം മാറിയെന്നാണ്. വയറുവേദനയാണ്. അപ്പോഴും ആരോ പറഞ്ഞു എന്നാണ് പറയുന്നത്. വളരെ ചികിത്സകൾ നോക്കി, ഒന്നും ഭേദമായില്ല. ഭേദാകാരം വന്നപ്പോൾ ആരോ സൂര്യനമസ്കാരം ആരംഭിക്കാൻ പറഞ്ഞു. ആരാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. പിന്നീട് 336 നമസ്കാരമായിരുന്നു. നമസ്കാരം തുടങ്ങിയപ്പോഴാണ് വയറുവേദന മാറിയത്. ഇവിടെ ഈ നമസ്കാരക്കല്ലിലാണ് 1016 പ്രാവശ്യം നമസ്കരിച്ചുകൊണ്ടിരുന്നത്. മഴയായാലും വെയിലായാലും നമസ്കരിക്കണം എന്നാണ് നിയമം. അവിടെ ആ സമയത്ത് കയറി നിൽക്കാനൊന്നും വയ്യ. ആരോഗ്യം ഭാസ്കരാദിച്ഛേദ് ധനമിച്ഛേദ് ഹുദാസന എന്നാണല്ലോ. ആരോഗ്യത്തിനായി സൂര്യഭഗവാനോടും ധനത്തിനായി അഗ്നിഭഗവാനോടും പ്രാർത്ഥിക്കണം എന്നാണ് പ്രമാണം. 17-ാം വയസ്സിൽ ഉദരരോഗം ബാധിച്ച ശ്രീ മള്ളിയൂർ തിരുമേനി ഈ ആദിത്യ ഭഗവാന്റെ ഉപാസനയിലൂടെയാണ് ആ രോഗത്തിൽ നിന്നും മോചിതനായത്. ആദിത്യസ്യ നമസ്കാരം യോ കുർവന്തി ദിനേ ദിനേ ജന്മാന്തര സഹസ്രേഷു ദാരിദ്ര്യം ന ഉപജായതേ എന്നാണ് പ്രമാണം. അങ്ങനെ അദ്ദേഹം മുടക്കാതെ ചെയ്ത ഈ സൂര്യ നമസ്കാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ആയിരക്കണക്കിന് തലമുറകളുടെയും ദാരിദ്ര്യത്തെ നീക്കാനാവും എന്ന് അദ്ദേഹം തെളിയിക്കുക തന്നെ ചെയ്തു.
ആയുഷ്കാമിയം ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, ആതുരവൃത്തം. ഈ വള്ളിയൂർ സങ്കേതത്തിൽ പ്രത്യേകിച്ച് വള്ളിയൂർ അച്ഛൻ തിരുമനസിൻ്റെ വിശേഷ വിധികളായിട്ടുള്ള ചില ചികിത്സകളൊക്കെ പൂജാകർമ്മങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും? എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചുമ അസുഖമുണ്ടായിരുന്നു. ഞാൻ അന്ന് അച്ഛൻ ഉള്ളപ്പം തന്നെ അദ്ദേഹത്തെ വന്ന് കണ്ടിട്ടുണ്ട്. എത്ര വർഷം മുമ്പാണ്? അതൊരു 5 വർഷങ്ങളായിട്ടുണ്ട്. ഈ ചുമ അസുഖത്തിന് പല ചികിത്സകളും പലയിടത്തും പോയി അന്വേഷിച്ചു. അവസാനം ഇവിടെ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ പോയി അന്ന് അമൃതയിൽ പോയി ആണ് അത് റിഫ്ലക്സ് എന്നാണ് വരുന്നത് മനസ്സിലാക്കി. ആസിഡ് റിഫ്ലക്ഷൻ വരുന്നത് മനസ്സിലാക്കി. അതോടുകൂടി ആ ചികിത്സ തുടങ്ങി. എനിക്ക് ഗണപതിയുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ തോന്നലുണ്ടാകാനും അതിന് വിശ്വാസം ഉണ്ടാകാനും എന്നാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. മാഡം ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ്. അതെ. മാഡത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു CA കോളൺ പേഷ്യൻ്റാണ്. CA കോളോണിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്? അത് എനിക്ക് മലത്തിൽ കൂടെ രക്തം പോവുക എന്നുള്ളതായിരുന്നു. അതിവിടെ വളരെ ചെറിയ തോതിലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഇവിടെ വെച്ച് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഞാൻ അമേരിക്കയിൽ പോയിട്ട് അത് ടിഷ്യൂ ഉപയോഗിച്ച് വൈപ്പ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഉണ്ടെന്ന്. വളരെ ചെറിയ തോതിൽ തുടങ്ങി അത് കൂടി വരികയും പിന്നെ മ്യൂക്കസ് ഡിസ്ചാർജ് വരികയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നതായിരിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവൻ്റെ എക്സാം കഴിയുന്നതിന് നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വർക്ക് ചെയ്ത അവിടെ തന്നെയുള്ള സർജനാണ് ചെയ്തത്, ഓപ്പറേറ്റ് ചെയ്തത് ലാപ്രോസ്കോപ്പി. ആ ദിവസം തലേദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് പൂജയെല്ലാം കഴിഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം ഈ തടിപൂജയ്ക്കും കുറ്റിപുഷ്പാഞ്ജലിയും പറഞ്ഞിട്ടാണ് പോയത്. അന്നേ ദിവസം മുഴുവനായിട്ട് പൂജ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഏതായാലും ആ സർജറി ചെയ്ത് കഴിഞ്ഞപ്പം ആ സ്റ്റേജ് ഇന്നതാണെന്ന് മനസ്സിലായി. മെറ്റാസ്റ്റൈസ് ഒന്നുമില്ല എന്ന് മാത്രം ലിംഫ് നോട്ട്സ് ഇൻവോൾവ്മെൻറ്റും ഇല്ല. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് ആ സർജറി തുടർന്ന് ഡോക്ടർ ഗംഗാധരൻ്റെ ട്രീറ്റ്മെൻറ്റും അത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സർജറി സ്വയം ചെയ്യുന്ന സമയത്ത് തീർച്ചയായും എല്ലാ ഓപ്പറേഷനും മുൻപും ഞാൻ വള്ളിയൂർ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടേ എൻ്റെ കത്തി എടുക്കാറുള്ളൂ. ആയുഷ്കാമിയം. കർക്കിടക മാസം ആധ്യാത്മിക ചിന്തകളുടെയും നാട്ടുചികിത്സകളുടെയും കാലമാവുന്നത് ഇത് കൊല്ലവർഷത്തിൻ്റെ അവസാന മാസമായ വർഷസന്ധി കൂടിയായതിനാലാണ്. രാവും പകലും ചേർന്ന് പ്രാതസന്ധിയും സായം സന്ധിയും ഉണ്ടാവുന്നത് പോലെ ഉത്തരായനകാലവും ദക്ഷിണായനകാലവും ചേരുന്ന കർക്കിടക സംക്രമണത്തിൻ്റെ അയനസന്ധി കൂടിയാണ് ഈ കർക്കിടക മാസം. അതുപോലെ തന്നെ ഒരു വലിയ കാലസന്ധിയായ വർഷസന്ധി, അതായത് ഒരു കൊല്ലവർഷം അവസാനിക്കുന്ന മാസം കൂടിയാണ് ഈ കർക്കിടക മാസം. സന്ധ്യാസു അഭ്യവഹാര സ്ത്രീ സ്വപ്ന അധ്യയന ചിന്തനം. സന്ധ്യാസമയങ്ങളിൽ അധികമായ ആഹാരം, സ്ത്രീസേവ, ഉറക്കം, പഠിക്കുക, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, ഇവയെല്ലാം വർജിക്കണം എന്നാണ് ആയുർവേദ വിധി. നാമജപവും ശരീരരക്ഷയ്ക്കുള്ള ഉപായങ്ങളും ശീലിക്കേണ്ട കാലമാണിത്. ഈ വിധികളെല്ലാം ശീലിക്കുന്നതിലൂടെ ആത്മരക്ഷ നേടി വള്ളിയൂർ ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹത്താൽ ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷം സിദ്ധിക്കുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ജ്യോതിഷവും ആയുർവേദവും എന്ന പ്രമേയവുമായി കേരളീയ ജ്യോതിഷികളിൽ പ്രഥമഗണനീയനായ ശ്രീ പത്മനാഭ ശർമ്മയോടൊപ്പം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 5:30 ഞങ്ങളെത്തും. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. ശാന്തി ശാന്തി ശാന്തി. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, ആയുഷ്കാമിയം. ആയുഷ്കാമിയത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയുർവേദ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ആയുഷ്കാമിയം, ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, പടിഞ്ഞാറേക്കര PO, വൈക്കം, കോട്ടയം ജില്ല 686146. ഇമെയിൽ dr.vijit.shashidharan@gmail.com. മൊബൈൽ 9447023911.